ഡൽഹി ഞങ്ങൾ തിരിച്ചുപിടിക്കും. ഈ വാക്ക് യാഥാർത്ഥ്യമായിരിക്കുകയാണിപ്പോൾ. 27 വർഷത്തെ കാത്തിരിപ്പിനും പ്രവർത്തനങ്ങൾക്കും ശേഷമാണ് ഡൽഹി നിയമസഭയിൽ സർക്കാരുണ്ടാക്കാനായി ബി.ജെ.പി കടന്നു ചെല്ലുന്നത്. ഒടുവിലേതാ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ബി.ജെ.പി നേതാക്കൾ. 2013 നഷ്ടപ്പെട്ട ഭരണം 2025 ആയപ്പോഴേക്കും പിടിച്ചെടുത്തു. നരേന്ദ്രമോദി സർക്കാരിനെ എന്നും വെല്ലുവിളിയായി വിവാദ പരാമർശങ്ങൾ നടത്തിയ അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടെയുള്ളവരെ തകർത്തുള്ളൊരു വിജയം. കൃത്യമായ ഗ്രൗണ്ട് വർക്കിലൂടെയും പ്ലാനിങ്ങിലൂടെയുമാണ് ബി.ജെ.പി ഡൽഹി പിടിച്ചെടുത്തത്. ബി.ജെ.പിയുടെ ഈ വിജയങ്ങൾക്ക് പിന്നിൽ വലിയൊരു ചാലകശക്തിയായി ആർ.എസ്.എസും ഉണ്ടായിരുന്നു. മഹാരാഷ്ട്ര, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആർ.എസ്.എസ് കൈക്കൊണ്ട അതേ രീതികളാണ് ഒരു തരത്തിൽ ഡൽഹിയിലും ബി.ജെ.പിക്ക് തുണയായത്. ഡ്രോയിംഗ് റൂം മീറ്റിംഗുകളിലൂടെയാണ് ഡൽഹി പിടിക്കാൻ ആർ.എസ്.എസ് ബി.ജെ.പിയെ സജ്ജരാക്കിയത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ആർ.എസ്.എസ് ഡൽഹിയിൽ അവരുടെ ജോലി തുടങ്ങിയിരുന്നു. രാജ്യ തലസ്ഥാനത്തെ 8 വിഭാഗങ്ങളാക്കി തിരിച്ചും അവയിൽ തന്നെ കൃത്യമായി വികേന്ദ്രീകരണം കൊണ്ടുവന്നുമാണ് ആർ.എസ്.എസ് പ്രവർത്തിച്ചത്. ഈ രീതി പ്രകാരം 173 നഗരങ്ങളായി ഡൽഹിയെ അവർ തിരിച്ചു. അവിടങ്ങളിലായി ആർ.എസ്.എസ് പ്രചാരകർക്ക് കൃത്യമായ ജോലികൾ നൽകി. എന്നിരുന്നാലും വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിന് ശേഷം ബി.ജെ.പി ഇതാ ഡൽഹി പിടിച്ചെടുത്തിരിക്കുകയാണ്.